നടി ഹണി റോസിന്റെ പരാതിക്ക് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ. പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, രാഹുൽ ഈശ്വർ ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞതാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിക്കഴിഞ്ഞു എന്നത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ തുടർ നടപടി എന്താണ് അദ്ദേഹം ആലോചിക്കുന്നത്? മറ്റൊന്ന്, പോലീസ് ഈ വിഷയത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു? അനുജ, നിലവിൽ രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുമോ അതല്ലെങ്കിൽ അപകീർത്തി പരാമർശത്തിൽ വരുമോ എന്നുള്ളതാണ് പരിശോധന. ഈ ദൃശ്യങ്ങൾ ചേർത്ത് വെച്ചാണ് പരിശോധന. ഇതിനിടയിലാണ് രാഹുൽ ഈശ്വറിനെതിരെ ഇന്ന് രാവിലെ എറണാകുളം സെൻട്രൽ പോലീസ് ഒരു പുതിയ പരാതി കൂടി വന്നിരിക്കുന്നത്. ചാനൽ ചർച്ചകളിൽ ഹണി റോസിനെ അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ സ്വദേശിയാണ് പരാതി നൽകിയത്. സലീം എന്നാണ് അയാളുടെ പേര്. ഈ രണ്ട് പരാതികളിലും പരിശോധന നടത്തി പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നിലവിൽ നിർദ്ദേശം. പക്ഷേ രാഹുൽ ഈശ്വർ ഒരു മുഴം മുന്നേ എറിയുകയാണ്. അതായത് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത് പ്രധാനപ്പെട്ട കാര്യമേ നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ബോബി ചെമ്മണ്ണൂരിന്റെ കേസുമായി ബന്ധപ്പെട്ട് എടിപിടി എന്നുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായത്. ഒരുപക്ഷെ അത്തരത്തിലുള്ള നടപടി ഉണ്ടായാൽ കസ്റ്റഡിയും അറസ്റ്റിലേക്കൊക്കെ പോകും. അതിനു മുൻപ് ഒരു തടയിടുകയാണ് രാഹുൽ ഈശ്വർ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ കേസ് എടുത്ത ശേഷം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക തീരുമാനമുണ്ടായ ശേഷം ബാക്കി മുന്നോട്ട് പോക്കൊക്കെ സംഭവിക്കുക. ഈ രാഹുൽ ഈശ്വറിനെതിരെ പരാതിയുമായി ബന്ധപ്പെട്ട് ഹണി റോസ് വളരെ സ്ട്രോങ് നിലപാടിലാണ്. കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. അനുജ, അതെ, അപ്പോൾ അങ്ങനെ ഹൈക്കോടതിയിലേക്ക് രാഹുൽ ഈശ്വർ നീങ്ങിയിരിക്കുന്നു. പോലീസ് ആകട്ടെ അതിൽ പ്രാഥമിക പരിശോധനകളിലേക്ക് കടന്നിരിക്കുന്നു.